അപ്പോൾ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് എന്തെങ്കിലും വേവിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പുഴുങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഇട്ട് വെക്കാം. ഞാനിതിന് വെള്ളത്തിൽ മുട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെന്തതാണ് ഞാനെടുത്ത് മാറ്റിയത്. എന്നിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് കൂടി നൂൽപുട്ട് ഞാൻ വേഗം ആ തട്ടിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നൂൽപുട്ടൊക്കെ ഇതാ ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് അവിടെ ഇരുന്നിട്ട് അങ്ങനെ വെന്തോളും. ഇനി നമ്മൾ മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു 7:30 ആകുമ്പോഴേക്കൊക്കെ നല്ല വെയിൽ, ഒരു ഇളം വെയിലാണ്, പക്ഷെ നല്ല വെളിച്ചാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലൊക്കെ. അപ്പം നമുക്ക് പ്രാവശ്യം കുട്ടി സവാളയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കറി വെച്ചാലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുത്ത് എത്ര കൊണ്ടാലും കേട്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം കയ്യിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ചോപ്പർ ഉണ്ട്, കട്ടിംഗ് ബോർഡ് ഉണ്ട്, എന്നാലും കയ്യിൽ വെച്ചിട്ട് തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്ത്. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് പോകാനുള്ള സമയമൊക്കെ ആയി. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലോ. അപ്പോൾ തയ്യാനക്ക് ചാച്ചാജിയുടെ തൊപ്പിയും റോസാപ്പൂ ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വെള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോണത്.